കെ.വി. തോമസ് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഖജനാവിൽ നിന്ന് കോടികൾ കൊടുത്ത പ്രൊഫസർ കെ.വി. തോമസ് എന്തെല്ലാമാണ് കേരളത്തിന് വേണ്ടി ചെയ്തത്? വയനാട്ടിലെ ഉരുൾ ദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണെങ്കിലും കേരളം ആവശ്യപ്പെട്ട 2000 കോടിയുടെ പാക്കേജ് അനുവദിക്കാൻ തോമസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിൻ്റെ പേര് പോലും പറഞ്ഞില്ല. ഒരു പദ്ധതിക്കും പണം അനുവദിച്ചുമില്ല. ചുമതലയേറ്റ് 2 വർഷങ്ങളായിട്ടും കേരളത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ തോമസിന് കഴിഞ്ഞില്ല. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അടിക്കടി വിമാനയാത്രയും ഇന്ത്യ ടൂറുമല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്നതാണ് വാസ്തവം. ഡൽഹിയിൽ കേരള ഹൗസും അവിടെ റെസിഡന്റ് കമ്മീഷണറായും അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറായും 2 IAS-കാരുണ്ട്. പബ്ലിക് റിലേഷൻസ് വകുപ്പിലേതടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. പിന്നെ എന്തിനാണ് പ്രത്യേക പ്രതിനിധി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ നിയമനമെന്നതാണ് ഇപ്പോഴുയരുന്ന ചോദ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരിവെയിലിലും കൊടും തണുപ്പിലും സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാരുടെ ന്യായമായ ആനുകൂല്യങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് തോമസിന് വീണ്ടും ഖജനാവിൽ നിന്ന് വാരിക്കോരി നൽകുന്നത്. ഡൽഹിയിൽ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിൻ്റെ വാർഷിക യാത്രാബത്ത 5-ൽ നിന്ന് 11.31 ലക്ഷമായാണ് ഉയർത്തിയത്. ഇതോടെ തോമസിന് യഥേഷ്ടം വിമാനയാത്ര നടത്താം. കെ.വി. തോമസിന്റെ വാർഷിക യാത്രാബത്തയ്ക്ക് 2025-26 ബജറ്റിൽ വകയിരുത്തിയ 5 ലക്ഷം രൂപയാണ് 11.31 ലക്ഷമായി കൂട്ടുന്നത്. യാത്രാബത്തയ്ക്ക് 6.31 ലക്ഷം അധികം ചെലവാക്കുന്നുണ്ട് എന്ന് കാട്ടിയാണ് ഇത്. തോമസിന്റെ 1 ലക്ഷം രൂപ ഓണറേറിയം നൽകുന്നതിന് പുറമെയാണ് ഇത്രയും തുക യാത്രാപടിയായി നൽകുന്നത്. വിമാനയാത്രാ നിരക്ക് കുറവുള്ള ക്ലാസുകളിൽ മതിയെന്നതാണ് തോമസ് ആദ്യം പറഞ്ഞതെങ്കിലും അതും കാര്യമായി നടക്കുന്നില്ല. 2023 ജനുവരിയിലാണ് ക്യാബിനറ്റ് റാങ്കിൽ തോമസിനെ നിയമിച്ചത്. ഓണറേറിയം യാത്രാബത്ത അടക്കം 2024 വരെ തോമസിന് നൽകിയത് 57.41 ലക്ഷം രൂപയാണ്. ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ വിലസുന്ന കെ.വി. തോമസ് ശമ്പളം വേണ്ട എന്ന് വെച്ച് ഓണറേറിയം മതിയെന്ന് ഉദാര മനസ്കത കാട്ടിയിരുന്നു. പിന്നീടാണ് ഈ വാഗ്ദാനത്തിന് പിന്നിലെ ഗുട്ടൻസ് പുറത്തായത്. കെ.വി. തോമസിന് ഓണറേറിയമായി പ്രതിമാസം നൽകുന്നത് 1 ലക്ഷം രൂപയാണ്. ഇതുകൂടാതെ ടെലിഫോൺ ചാർജ്, വാഹനം, യാത്രാബത്ത എന്നീ ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. കെ.വി. തോമസിനൊപ്പം 4 ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരുമായി സൗഹാർദ്ദം സ്ഥാപിക്കാനും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമാണ് തോമസിൻ്റെ നിയമനം. ഇതൊന്നും തന്നെ കാര്യമായി നടക്കുന്നില്ല എന്നത് വാസ്തവമാണ്. തനിക്ക് ശമ്പളം വേണ്ട എന്നും 1 ലക്ഷം രൂപ ഓണറേറിയം മതിയെന്നുമായിരുന്നു തോമസിന്റെ വാദം. ശമ്പളത്തിന് പകരം ഓണറേറിയം നൽകുമ്പോൾ പെൻഷനും ഓണറേറിയവും ഒന്നിച്ച് വാങ്ങാൻ അർഹതയുണ്ടാകും. ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നയാളിന് സർക്കാരിൽ നിന്ന് പുനർനിയമനം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാസ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ തുക കുറയ്ക്കണമെന്നതാണ് ചട്ടം. ബാക്കി തുകയെ ശമ്പളമായി ലഭിക്കൂ. ഓണറേറിയത്തിന് ഈ തടസ്സമില്ല. അതായത് കെ.വി. തോമസ് MP-ക്ക് പെൻഷൻ അതേപടി വാങ്ങാനുള്ള അടവായിരുന്നു ഇത്. ശമ്പളത്തിന് ആദായ നികുതി നൽകേണ്ടി വരും. ഓണറേറിയത്തിന് അതേസമയം ആദായ നികുതി വേണ്ടതാനും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് CPM-നൊപ്പം കൂടിയ തോമസിന് 2023 ജനുവരി 18-നാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത്. കോൺഗ്രസ് വിലക്ക് ലംഘിച്ചുകൊണ്ട് കണ്ണൂരിൽ CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതോടെയാണ് പാർട്ടിയുമായി അകലുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF കൺവെൻഷനിൽ പങ്കെടുത്തതോടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 22 വർഷക്കാലം പാർലമെന്ററി മെമ്പറായി പ്രവർത്തിച്ച കെ.വി. തോമസിന് 59,000 രൂപയാണ് MP പെൻഷൻ. ഇതിനു പുറമെ 30 വർഷത്തോളം കോളേജ് പ്രൊഫസറായി പ്രവർത്തിച്ചതിന്റെ പെൻഷൻ വേറെയും ലഭിക്കും. ശരാശരി 30 വർഷം അധ്യാപന കാലയളവുള്ള ഒരു കോളേജ് പ്രൊഫസർക്ക് 83,000 രൂപ വരെ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട് എന്നതാണ് കണക്ക്. ഇത്രയും കെ.വി. തോമസിന് കിട്ടുകയും ചെയ്യും. MP-യും MLA-യുമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ഈ 2 പെൻഷനും ഒന്നിച്ച് കൈപ്പറ്റാൻ കെ.വി. തോമസിന് കഴിയില്ല. MP പെൻഷനായ 59,000-വും പ്രൊഫസർ പെൻഷനായ 83,000-വും പുതുതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നികുതി ബാധകമല്ലാത്ത 1 ലക്ഷം രൂപയുടെ ഓണറേറിയവും കണക്കാക്കുമ്പോൾ 2,42,000 രൂപയാണ് പ്രതിമാസം കെ.വി. തോമസിന്റെ കൈകളിലെത്തുക.